പോകേണ്ടത് മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. അത് നമ്മുടെ സുനിഷയുടെ റിപ്പോർട്ടാണ്. വലിയ സംവിധാനങ്ങളില്ല, ടർഫ് ഗ്രൗണ്ടിൽ ആദ്യമായാണ് കളിക്കുന്നത്. കോട്ടയത്ത് നിന്ന് വിജയമുറപ്പിക്കാൻ തിരുവനന്തപുരത്ത് നമ്മുടെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. പവർഫുള്ളായ ഫുട്ബോൾ, ഹോക്കി ടീമാണ്. പരിശീലനമൊക്കെ നേരത്തെ തുടങ്ങിയതാണ്. അവരുടെ വിശേഷത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു സുനിഷ അയ്യല്ലൂർ. സ്കൂൾ ഒളിമ്പിക്സിനെ വരവേൽക്കാൻ നമ്മൾ തലസ്ഥാനം പൂർണ്ണ സജ്ജമാണ്. ഇനി കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ കുട്ടികൾ തയ്യാറാണോ എന്നതാണ് അറിയേണ്ടത്. ഇതാ കാണാൻ നമുക്ക് കോട്ടയത്തെ നമ്മുടെ ഫുട്ബോളിന്റെയും ഹോക്കിയുടെയും ടീമാണ് ഈ കാണുന്നത്. നമ്മൾ റെഡിയല്ലേ മാഷേ? എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ? ഫുൾ പവറിലാണ്. ഓക്കെ, നമ്മൾ ഈ തവണ കപ്പടിക്കും, നമ്മൾ ചാമ്പ്യൻഷിപ്പ് നേടും. ഞങ്ങൾക്കൊരു വാശിയാണ്. കാരണം 8 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളായിരുന്നു സ്റ്റേറ്റ് ചാമ്പ്യൻസ്, 2 വർഷം സ്റ്റേറ്റ് ചാമ്പ്യൻസ്, 3 വർഷം സോണൽ ചാമ്പ്യൻസ്. അന്ന് ഫുട്ബോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ടീമുകളിൽ 4 ടീമുകളിൽ ഒരെണ്ണം ആയിരുന്നു നമ്മുടെ ആയിരുന്നു ടീം. വെള്ളൂർ കുഞ്ഞിരാമൂർ സ്കൂൾ എന്ന് പറയും, അതായത് വൈക്കം സബ് ജില്ല. ഹോക്കിയിലാണെങ്കിൽ കേരളത്തിലെ നല്ല ടീമുകളിൽ ഒരെണ്ണമായിരുന്നു. പക്ഷേ അതിനുശേഷം കുറച്ച് ഡൗൺ ആയി. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം തൊട്ട് വീണ്ടും വളരെ പവറോടുകൂടി പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫുട്ബോൾ ഒരു ഫുട്ബോൾ മതി. പക്ഷേ ഹോക്കി ആകുമ്പോൾ ഞങ്ങൾക്ക് ഉള്ള സ്റ്റിക്കിൻ്റെ മേടിക്കാനുള്ള 1000 രൂപയുടെയൊക്കെ സ്റ്റിക്കാണ്. കഴിഞ്ഞ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് കൊല്ലത്ത് കിടന്നപ്പോൾ എൻ്റെ ഒരു കുട്ടിയായിരുന്നു, സായുടെ ഒരു കുട്ടിയായിരുന്നു, അത് 45,000 രൂപയാണ് അതിൻ്റെ സ്റ്റിക്ക്. അപ്പോൾ ഒരു സ്പോൺസർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതലായിട്ട് അടുത്ത വർഷം കൂടുതലായിട്ട് ഉയരങ്ങളിലേക്ക് ഈ കുട്ടികളെ എത്തിക്കാൻ കഴിയും. അതിനുവേണ്ടി ഞങ്ങൾ സ്പോൺസർഷിപ്പ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ ഈ ടർഫ് പിച്ചിൽ ഒരു ട്രെയിനിങ് കിട്ടുക അല്ലെങ്കിൽ ഒന്ന് കളിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഓൾ ഇന്ത്യ ചാമ്പ്യൻഷിപ്പുകളെല്ലാം ഇതുപോലത്തെ ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. ഇപ്പോൾ കോട്ടയത്തെ പോലെ ഞങ്ങളുടെ ഈ ഗ്രാമപ്രദേശത്താണ് ഞങ്ങൾ. ഈ ഗ്രാമപ്രദേശത്ത് പറഞ്ഞ ഈ കുട്ടികൾക്ക് ഇതൊരു വലിയ അഡ്വാൻറ്റേജാണ് ഇങ്ങനെയുള്ള സ്റ്റേഡിയത്തിൽ കളിക്കുക എന്നുള്ളത്. ഏതായാലും സ്പോർട്സ് പാരമ്പര്യത്തിൻ്റെ വലിയൊരു ഇടത്ത് നിന്ന് വരുന്ന ആളുകളാണ്. അപ്പോൾ ഉറപ്പായിട്ടും സ്വർണവും കൊണ്ടേ പോകൂ എന്ന് ഉറപ്പിച്ചിട്ട് കൂടി വന്നതാണ്. പക്ഷേ മാഷ് പറഞ്ഞതുപോലെ നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിനിടയിലൊക്കെയാണ് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ടാണ് ഇവിടേക്ക് എത്തുകയും ചെയ്തത്. പക്ഷേ ഇവർക്കും അത്തരത്തിലുള്ള സൗകര്യപൂർവ്വമായി ഇത്തരത്തിൽ സ്പോർട്സിലേക്ക് വരാനുള്ള സംവിധാനങ്ങൾ വേണമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അത്തരം സൗകര്യങ്ങൾ നമ്മളും ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ഏതായാലും അതൊക്കെ അടുത്ത സ്പോർട്സോടുകൂടി തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാം തയ്യാറല്ലേ? നമ്മൾ സ്വർണം കൊണ്ട് പോവില്ലേ? ഹോക്കിക്ക് കൊണ്ടുപോകും, ഫുട്ബോളിന് കൊണ്ടുപോകും, കോട്ടയത്തിന് കൊണ്ടുപോകും. ഉറപ്പല്ലേ? ഓക്കെ, ഇതാ ഈ ഉറപ്പാണ് ഇവരുടെ ഈ എനർജിയും ആത്മവിശ്വാസവും ഒക്കെ കാണിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.